അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ക്രീൻ റീഡർ ഉപയോഗിച്ചുകൊണ്ട് വിൻഡോസ് കമ്പ്യൂട്ടറിൽ gmail.com എന്ന വെബ് പേജിൽ എങ്ങനെ നമുക്ക് നമ്മൾ മെയിൽ യൂസ് ചെയ്യുമ്പോൾ ജിമെയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അറ്റാച്ചുകൾ യൂസ് ചെയ്യേണ്ടി വരും. അറ്റാച്ച് മീൻസ് നമുക്ക് ഫയലുകൾ ആഡ് ചെയ്യേണ്ടി വരും. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കിപ്പം നമ്മളൊരു എക്സാമിന് അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പൊ എക്സാം നമ്മൾ ആൻസർ ഒക്കെ ചെയ്തിട്ട് ഫയൽ അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ് അയക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് മെയിലിൽ നമുക്ക് ഫയല് സെൻഡ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പൊ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇന്നലെ നോക്കിയത് എന്തായിരുന്നു, എങ്ങനെ നമുക്ക് ജിമെയില് ഒരു മെയിൽ സെൻഡ് ചെയ്യാമെന്നുള്ളതാണ് നോക്കിയത്. അതേപോലെ തന്നെയാണ് നമുക്ക് ഒരു അറ്റാച്ച് ജിമെയിലിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. നമുക്കിവിടെ ആദ്യമായി ഞാൻ പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ജിമെയിൽ ഓപ്പൺ ചെയ്യാം. ജിമെയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നത് റൺ ഡയലോഗിൽ www.gmail.com എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. Test untitled Google Chrome Gmail graphic Google Workspace if your alert blank main landmark primary property column 3 not row 10 column 3 row 11 not start button out of table blank banner landmark main menu button search mail clickable set Google Apps button Google account Adishrama Google button click navigation clickable heading level 2 dialog account and settings account and style link button link Adish stores Gmail Google Chrome Gmail inbox 5 Adish click blank ഓക്കെ, നമ്മളിവിടെ ജിമെയിലില് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെയാണ് നമുക്കൊരു കമ്പോസ് പേജ് ഓപ്പൺ ചെയ്യണം. കമ്പോസ് പേജ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഏത് കീ? സി കൊടുത്ത് നമുക്ക് കമ്പോസ് പേജിൽ എത്തണമെങ്കിൽ നമ്മൾ ഏത് മോഡ് എനേബിൾ ചെയ്തിരിക്കണം? ഇത് ഫോം മോഡാണോ? ഇത് ഫോം മോഡാണോ അതോ ഇതാണോ ഫോം മോഡ്? ഇതാണ് ഫോം മോഡ്. ഓക്കെ, നമുക്ക് ഇവിടെ സി കൊടുത്തു നോക്കാം. Compose new message dialog new message region table to add CC recipients control. ഓക്കെ, നമ്മൾ അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ കമ്പോസ് പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ 2 റെസിപ്പിയന്റ് എന്നുള്ളിടത്ത് ഒരു മെയിൽ ഐഡി കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നലെ നമ്മൾ ആഡ് CC നമ്മൾ ഉപയോഗിച്ച് ഇന്ന് നമുക്ക് ആഡ് BCC ഉപയോഗിച്ച് നോക്കാം. ഇവിടെ ഞാൻ എന്റെ ഒരു മെയിൽ ഐഡി കൊടുക്കുക. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യണം? നമ്മൾ പഴയതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഒരാൾക്ക് മെയിൽ അയക്കുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമുക്കിവിടെ സബ്ജക്റ്റും മെസ്സേജ് ബോഡിയൊക്കെ ആദ്യം കൊടുക്കാം. സബ്ജക്റ്റിൽ ഞാൻ ആമോ സാർ എന്ന് കൊടുക്കുവാണ്. ഓക്കെ, ആമോ സാർ എന്ന് ഞാനിവിടെ മെസ്സേജ് ബോഡിയിലെത്തി. ഇവിടെ നമുക്ക് വേണ്ടതൊക്കെ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ സബ്ജക്റ്റ് ഈ ഒരു ക്ലാസ് എടുക്കുന്നത് കൊണ്ട് വെറുതെ ടൈപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആവശ്യം എന്താണോ അതിന് ഷോർട്ടായിട്ട് എവിടെ കൊടുക്കണം, സബ്ജക്റ്റിൽ കൊടുക്കുന്ന കാര്യം നിങ്ങൾ ആരും മറക്കരുത്. ഞാൻ മെസ്സേജ് ബോഡിയിൽ ഡിയർ സാർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഞാനിവിടെ മജീഷ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരാൾക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മെയിൽ അയക്കുന്ന സമയത്ത് നമ്മളൊരു ഫയൽ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? നമ്മൾ ഇവിടെ ഒരു ഫയൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഉറപ്പായും നമ്മൾ എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കണ്ടന്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ PDF
എ എന്ന് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. PFA. PFA. ഇവിടെ ഞാൻ Blank blank. AFA. Space. PFA. ഇവിടെ PFA എന്ന് കൊടുത്തു. Blank. Blank blank. ഇതുവരെ ചെയ്തതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, മനസ്സിലായി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ചെയ്തത് തന്നെയാണ്. ഈ മെസ്സേജ് ബോഡിയിൽ എത്തിയത് വരെ ഇന്നലെ ചെയ്തതുപോലെ തന്നെയാണ്. നമ്മളുടെ PFA എന്നുള്ള ഒരു ഷോർട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്തു. ഇത് നമ്മളൊരു അറ്റാച്ച് ഒരാൾക്ക് അയക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ടൈപ്പ് ചെയ്യേണ്ടത്. PFAയുടെ ഫുൾ ഫോം ആർക്കെങ്കിലും അറിയാവോ? പ്ലീസ് ഫൈൻഡ് അറ്റാച്ച്മെന്റ്. ഓക്കെ, പ്ലീസ് ഫൈൻഡ് ദ അറ്റാച്ച്മെന്റ് എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം. നമുക്കിനി ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം മറക്കരുത്. താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് വെക്കേണ്ട ആവശ്യം ഇവിടെയും ഉണ്ട്. ഞാനിവിടെ ടൈപ്പ് ചെയ്യണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഞാൻ വെറും ഒരു ഡെമോ മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ടൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്ത് ടൈപ്പ് ചെയ്തു? ഇതൊക്കെ ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒരു അറ്റാച്ച് ചെയ്യേണ്ട ഫയൽ ആവശ്യമുണ്ടല്ലേ? നമ്മളിപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഫയൽ അറ്റാച്ച് ചെയ്യണമല്ലോ. അപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിവിടെ ഫയല് 30 MB അകത്തുള്ള ഫയലായിരിക്കണം. നമ്മളെ MBയും GB ഒക്കെ നമ്മൾ പഠിച്ചു. അത് വരുന്ന ദിവസം എടുക്കുന്നതായിരിക്കും ഒരിക്കൽ കൂടി. അപ്പൊ നമ്മൾ എന്താണ് 30 MB അകത്തുള്ള ഒരു ഫയലായിരിക്കണം സെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇപ്പൊ 30 MB മേലുള്ള ഫയലാണ്. അതിന് 30 MB ആക്കാൻ വേണ്ടിട്ട് ഒരു കാര്യം പഠിച്ചല്ലോ. എന്താണ്? സിബ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്കിവിടെ ഒരു ഫയൽ സിബ് ചെയ്യുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ സെപ്പറേറ്റ് ഒരു ദിവസം ക്ലാസ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അല്പം സ്പീഡിൽ ചെയ്യാം. gmail.com. Items view list 1 Microsoft. New folder AEESH ADSHAPPU. Adishapu 1 of. Group icon. New properties are. New shortlit Microsoft PowerPoint presentation. Microsoft. New Microsoft Word document 1. ഞാൻ ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. എന്ത് ചെയ്തു? അതിനകത്ത് ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. Pop-up window open it property open with array collapse. Pop-up add to items gmail.com. Adishapu 7 of 7. Date type edit compressed archive for date. ഓക്കെ, ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഒരു desktop list in inbox. ഒരു ഫയൽ ഇവിടെ സിബ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. അല്പം സ്പീഡിലാണ് ചെയ്തത്. അത് നമുക്ക് പിന്നെ അടുത്തൊരു ദിവസം ഞാൻ എടുക്കാം. അപ്പം ഞാനൊരു ഫയൽ ഇവിടെ സിബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയൽ സിബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ടെന്ന് മാത്രം. ഇവിടെ നമുക്ക് ഇപ്പൊ നമ്മൾ മെസ്സേജ് ബോഡിയിലാണ്. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് ടാബ് കൊടുക്കാം. ഈ ഒരു ഓപ്ഷൻ എന്താണ്? സെൻഡ് ബട്ടൺ ആണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ടൈപ്പ് ചെയ്തിരിക്കുന്നത് എന്താവും? സെൻഡ് ആവും. നമുക്ക് ഇവിടെ ഒരിക്കൽ കൂടി ടാബ് കൊടുക്കാം. മോർ സെൻഡ് ഓപ്ഷൻ. നമുക്ക് ഈ ഒരു ഓപ്ഷൻ ആണ് വേണ്ടത്. ക്ലിക്കബിൾ അറ്റാച്ച് ബട്ടൺ. നമ്മൾ അതിനെ അറ്റാച്ച് ബട്ടൺ എന്ന് പറഞ്ഞാൽ മതി. ക്ലിക്കബിൾ എന്ന് പറയും അതിന്റെ ആവശ്യമില്ല. നമുക്ക് അറ്റാച്ച് ബട്ടൺ ആണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ NVIDIA പറയുമ്പോൾ. നമുക്ക് അവിടെ എന്ത് ചെയ്യാം? എന്റർ കൊടുക്കാം. ഇവിടെ ഓപ്പൺ ഫയൽ നെയിം എഡിറ്റ് ബോക്സ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു ഫയലിന്റെ അല്ലെങ്കിൽ നിങ്ങൾ സിബ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു ഫോൾഡറിന്റെ സിബ് ഫയലിന്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു ഫയലിന് നമുക്ക് ഈ ഒരു മെയിലിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ബ്രൗസ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഡയറക്റ്റ് എവിടെയാണോ നിങ്ങൾ ആ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ പോയി കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യാനും പറ്റും. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ അഞ്ജലി പറ, ഒരു രീതി എങ്ങനെയാണ് ഫയൽ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുക? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫയലിന് അതറിയാമെങ്കിൽ ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. എടുക്കാൻ കഴിയും. ഓക്കെ, അടുത്തൊരു രീതി എങ്ങനെയാ ഷാഹിമ? അടുത്തൊരു രീതി നമ്മൾ എവിടെയാ ആ ഫയലുള്ള അവിടെ പോയിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ഇതില് സംഗീത ഉണ്ടോ? ഇല്ലെന്നാ തോന്നണേ. ഇല്ലെന്നാ Okay. തോന്നുന്ന അവിടെ ഹരിപ്രിയ ഉണ്ടോ? ഹരി ഉണ്ട്. ഹരിപ്രിയ, മറ്റൊരു രീതി എങ്ങനെയാണ് നമുക്കൊരു ഫയൽ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഹരിപ്രിയ കേൾക്കുന്നില്ല. പായസം മറ്റൊരു രീതി എങ്ങനെയാ? ഉണ്ട്. ഹരി എന്നോടാ എന്ത് ചോദിച്ചേ? ഇപ്പൊ നമ്മൾ അറ്റാച്ച് ചെയ്ത നമ്മളിപ്പോ അറ്റാച്ച് ബട്ടണിൽ എൻ്റർ കൊടുത്തപ്പോ ഇവിടെ ഓപ്പൺ ഫയൽ നെയിം എഡിറ്റ് ബോക്സ് എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ 3 രീതിയിൽ ഫയലിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ 3 രീതികൾ ഏതാണെന്ന് ചോദിച്ചത്. ഓക്കെ, നമുക്ക് ആ ഒരു ഒന്നെന്ന് പറയുന്നത് ബ്രൗസ് ചെയ്തിട്ട് പറ്റും. ഞാനിവിടെ ആദ്യം ഞാൻ 2 മെയിൽ അയച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാനിവിടെ കോപ്പി ചെയ്യുവാണ്. ഓക്കെ, ഞാനിവിടെ കോപ്പി ചെയ്തു. ഇനി എൻ്റർ കൊടുത്താൽ മതി. Inbox 5 AnishTalksOfficial@gmail.com Gmail Google Chrome. Inbox 5 AnishTalksOfficial@gmail.com Gmail document compose draft saving dialog Amos region table Dear Sir Amish DF regards. ഓക്കെ, ഞാൻ അവിടെ എന്ത് ചെയ്തു? ഒരു ഫയൽ അറ്റാച്ച് ചെയ്തു. അപ്പം ഞാനിപ്പോ ഏത് രീതിയിലാണ് ചെയ്തത്? കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് അറ്റാച്ച് ചെയ്തത്. അതായത് എന്താ, ഞാൻ എവിടെയാണോ ആ ഒരു ഫയൽ ഇട്ടിരിക്കുന്നത് ആ ഫയലിനെ കോപ്പി ചെയ്തിട്ട് ഈ ഒരു അറ്റാച്ച് ബട്ടൺ എൻ്റർ ചെയ്തു. ഓപ്പൺ ഫയൽ നെയിം എഡിറ്റ് ബോക്സ് എന്നുള്ളടത്ത് പേസ്റ്റ് ചെയ്തു. മനസ്സിലായോ? ഇല്ല. ഓക്കെ, അതായത് ഞാൻ ഒരിക്കൽ കൂടി പറയാം. നമ്മൾ ഈ അറ്റാച്ച് ബട്ടൺ വരെ വന്നത് മനസ്സിലായോ? മനസ്സിലായി. ഇനി അടുത്ത് അറ്റാച്ച് ബട്ടണിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ ഫയൽ നെയിം എഡിറ്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമില്ലേ? അവിടെ ഞാനൊരു ഫയലിനെ പേസ്റ്റ് ചെയ്തു. അതായത് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ gmail.com എന്നുള്ളൊരു എന്റെ ഫോൾഡറിൽ ഞാൻ വന്നു, കണ്ടല്ലോ. ഇവിടെ അജി ഷപ്പു എന്ന് പറയുന്ന അതൊരു സിപ്പ് ഫയലാണ്. ഇതിനെ ഞാൻ കോപ്പി ചെയ്തു. ഞാൻ കീ കമാൻഡ് തരാം. Ctrl+C കൊടുത്തപ്പോ അതെന്തായി? കോപ്പി ആയി. ഇനി നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? മെയിലിൽ വരണം. ഇവിടെ അറ്റാച്ച് ഫയൽ എന്നുള്ള ബട്ടൺ ഉണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു ഫയൽ ആഡ് ചെയ്തതാണ്. ഓക്കെ, നമുക്ക് ഇവിടെ അറ്റാച്ചിൽ എൻ്റർ കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു? ഓപ്പൺ ഫയൽ നെയിം എഡിറ്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു എഡിറ്റ് ഡയലോഗ് അവിടെ ഓപ്പൺ ആയോ? ഓപ്പൺ ഡയലോഗ് ബോക്സ് ആണിത്. അപ്പൊ ഇതില് നമ്മൾ ഈ ഒരു എഡിറ്റ് ബോക്സിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. കണ്ടോ, നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് അതൊരു എഡിറ്റ് ബോക്സ് ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഫയലില്ലേ, അതിനെ കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ സോറി പേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. നമുക്കിവിടെ ഡൗൺ ആരോ കൊടുത്തു. ഓക്കെ, ഡെസ്ക്ടോപ്പിനകത്ത് സി എന്ന ഡ്രൈവില് ഡെസ്ക്ടോപ്പിനകത്ത് google.com എന്ന ഫോൾഡറിനകത്ത് ajishappu.rar എന്നുള്ള ഫയലായിരുന്നു എൻ്റെ. അത് ഞാനിവിടെ ആ ഒരു ഫയലിനെ ഡയറക്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. മനസ്സിലായോ? മനസ്സിലായി. ഇവിടെ നമുക്ക് എൻ്റർ കൊടുക്കാം. ഓക്കെ, ഇതുവരെയുള്ളത് മനസ്സിലായോ? നിങ്ങൾക്ക് ക്ലിയർ ആയി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ശരി, മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാൻ? നമുക്കിവിടെ സെൻഡ് ബട്ടൺ കണ്ടുപിടിക്കാം. ഓക്കെ, ഈ സെൻഡ് ബട്ടണിൽ നമ്മൾ എൻ്റർ കൊടുക്കുമ്പോൾ, അതായത് നമ്മൾ അറ്റാച്ച് ബട്ടണിൽ ഒരു ഫയൽ ആഡ് ചെയ്യുകയും ആഡ് ചെയ്തിട്ട് നമ്മൾ ഷിഫ്റ്റ് ടാബ് കൊടുത്ത് വരുമ്പോ എന്ത് സംഭവിക്കും? നമുക്ക് സെൻഡ് ബട്ടൺ കിട്ടും. അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് തന്നെ കൺട്രോൾ എൻ്റർ കൊടുക്കുമ്പോ എന്ത് ചെയ്യും? കൺട്രോൾ എൻ്റർ എന്തിനുള്ള കീ കമാൻഡാ?
അപ്പൊ നമുക്ക് ഈ സെൻഡ് ബട്ടണിൽ എൻ്റർ കൊടുത്തോണ്ട് ഈ ഒരു മെയിൽ സെൻഡ് ചെയ്യാം. In alert cancel. In alert undo. Inbox 5 agishtalksofficial@gmail.com. Gmail document blank. അപ്പൊ എന്റെ മെയിൽ എന്തായി ഇപ്പോ? സെൻഡായി. ഈ ഒരു മീറ്റിംഗില് അനന്തം ഉണ്ടോ? അറിയില്ല. ഫായിനുണ്ടോ? അതും അറിയില്ല. ഓക്കെ, ഫായിനുണ്ട്. നമ്മള് മൂന്നുപേരും ഓക്കെ, ഫായിനുണ്ട്. അപ്പോ നമ്മള് അറ്റാച്ച് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടുള്ളത് പഠിച്ചു. നമുക്കിനി എന്ത് ചെയ്യാം? നമുക്കിനി ബ്രൗസ് ചെയ്തുകൊണ്ടുള്ളത്. Clickable skip to content link. Attachment clickable using Gmail with 3. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം? ഇതേ ഫയലിൽ തന്നെ നമുക്കൊന്ന് ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, Landmark search landmark clickable search mail combo. Landmark search land. Attach. ഹലോ Open mail greetings del 22 Amos Joy me section. ഹലോ Hello. കേക്കാ. ഓക്കെ, Attachment. No next combo box. There is no text on the clipboard. C. Table. ccc:/Amos000@gmail.com. Search mail edit submit. Search refinement tool up. Advanced search up. Clear search button. Search mail button. Support menu button. Settings menu button collapsed. Sub menu. Google Apps button collapsed. Runtime. We're not hearing anything. Turn up www.gmail. Gmail. Run dialog. Guess untitled. Google Chrome. Gmail. Graphic. Google Word. Clickable main app. ഓക്കെ. C. Compose. New message dialog. നമ്മളവിടെ കമ്പോസ് പേജിൽ വീണ്ടും വന്നു. നമുക്കിവിടെ ഒരു മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യാം. Agishtalks official. Compose. ഞാനിവിടെ ഒരു മെയിൽ ഐ ഡി ആഡ് ചെയ്തു. Select contacts link. Clickable at BCC recipient. BCC02 say LM Amazon S Amazon J Amazon O Amazon Y Amazon 000 @gmail.com Amazon 000 Amazon at Amazon 0 P A Amazon I L dot Amazon 000 @gmail.com Amazon. ഓക്കെ, എടുത്തോണ്ട് നിക്കുക. അപ്പൊ നമ്മള് എന്ത് ചെയ്തു? ആമോസ് സാറിന്റെ മെയിൽ ഐ ഡിയും ആഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിവിടെ ടാബ് കൊടുക്കാം. ഇതുവരെയുള്ള കാര്യം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഡൗട്ട് ഇല്ല. ഇത് നമ്മൾ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിത് എളുപ്പം ചെയ്തത്. അതായത് നമ്മൾ മെയിൽ ഓപ്പൺ ചെയ്തു, എന്താ നമ്മുടെ കമ്പോസ് പേജ് ഓപ്പൺ ചെയ്തു. അവിടെ 2 റെസിപ്പിയന്റിലും BCCയിലും ഞാൻ മെയിൽ ഐ ഡി ആഡ് ചെയ്തു. നമുക്ക് ഉടനെ ടാബ് കൊടുത്ത് പോവാം. സബ്ജക്ട് ഇവിടെ ഞാൻ ഹായ് എന്ന് ടൈപ്പ് ചെയ്തു. ഇവിടെ ഞാൻ ഡിയർ സാർ ഡിയർ സാർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും കോമ ഇടാൻ മറക്കരുത്. എടാ ഫായന ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഇപ്പൊ PFA എന്തിനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്ലീസ് ഫൈൻഡ് ദ അറ്റാച്ച്മെന്റ് എന്നുള്ളതാണ് PFAയുടെ ഫുൾ ഫോം. ഒരു അറ്റാച്ചില് നിങ്ങളൊരു ഫയൽ ആർക്കെങ്കിലും മെയിലായിട്ട് അയക്കുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ PFA എന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഞാനിവിടെ മെസ്സേജ് ബോഡിയും സബ്ജക്റ്റിലും വെറുതെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് എവിടെ പോകണം? അറ്റാച്ച് ബട്ടൺ കിട്ടാൻ വേണ്ടിട്ടാ ടാബ് കൊടുത്തു പോയത്. ഓക്കെ, Send control enter button. സെൻഡ് കൺട്രോൾ എൻ്റർ ബട്ടൺ. More send options. മോർ സെൻഡ് ഓപ്ഷൻ. ഒന്നുകൂടി. Clickable attach files menu button. ക്ലിക്കബിൾ അറ്റാച്ച് ബട്ടൺ. ഓക്കെ, നമുക്ക് ഇവിടെ എൻ്റർ കൊടുക്കാം. Row 1 open dialog. ഇവിടെ ഓപ്പൺ ഫയൽ നെയിം എഡിറ്റ് ബോക്സ് തന്നെയാണ് വീണ്ടും വന്നത്. നമുക്കിവിടെ ഇനി അടുത്ത ബ്രൗസ് ചെയ്തുകൊണ്ട് ഇവിടെ നാവിഗേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഫയൽ ഇവിടെ നിന്നിട്ട് സെലക്ട് ചെയ്യുന്നതാണ് നോക്കുന്നത്. ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടാബോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ടാബോ യൂസ് ചെയ്തുകൊണ്ട് ട്രീ വ്യൂവിൽ എത്തുക. ആദ്യം നമുക്ക് ട്രീ വ്യൂവിൽ എത്താം.
Items view list. Name split button. Item view list. Ajishapu not selected. 1. Ajishapu not selected. Tree view. Level 1 Ajish person. ഓക്കെ, ട്രീ വ്യൂ. ഈ ട്രീ വ്യൂവില് നിങ്ങളുടെ ലൊക്കേഷൻസ് കാണിക്കും. ദിസ് പി സി, ഡ്രൈവ്, നിങ്ങൾക്ക് വൺ ഡ്രൈവിലൊക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ വൺ ഡ്രൈവ്, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇവിടെ ലിസ്റ്റ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും. ഞാനിവിടെ നിങ്ങൾക്ക് നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്നിടത്തായിരിക്കും. ഞാനിവിടെ ഡെസ്ക്ടോപ്പിലാണ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, ഡെസ്ക്ടോപ്പിനകത്തുള്ള ഒരു ഫയലാണ് അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് ഞാനിവിടെ ഡെസ്ക്ടോപ്പ് നാവിഗേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ആരോ കീസ്, അതായത് ഫസ്റ്റ് ആരോ, അപ്പ് ആരോ, ഡൗൺ ആരോ, അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ദിസ് പി സിയുടെ ടി പ്രസ് ചെയ്യും. This PC collapsed 1 of 1 level 1. ദിസ് പി സി കൊളാപ്സ്. ഇവിടെ ഞാൻ എന്റർ കൊടുക്കുന്നു. Items view list. Devices and drives grouping expanded. Windows C. Not selected row. Items view list. Ajishapu not select. Tree view. ഓക്കെ, എനിക്ക് ഡെസ്ക്ടോപ്പ് ആയിരുന്നു വേണ്ടത്. ഞാൻ അറിയാതെ ടി കൊടുത്ത് ദിസ് പി സി ആയിപ്പോ. ഓക്കെ, ഞാനിവിടെ ഡി കൊടുത്തു. Level 0 desktop expanded 1 of 1 D. Level 2 desktop 1 D. Documents 1 D. Level 1 desk D. Downloads 1 of 1 D. Level 0 desktop expanded 1 of 1 D. Level 2 desktop 1 D. Documents 1 D. Level 1 desktop 1. ഓക്കെ, എന്റെ വൺ ഡെസ്ക്ടോപ്പ് ആണ് എനിക്ക് വേണ്ടത്. ഇവിടെ ഞാൻ എന്റർ കൊടുത്തു. ഐറ്റം വ്യൂ ലിസ്റ്റിൽ വന്നു. പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഒരിക്കലും കൂടി പറയാം. ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവാം. അതായത് ഓപ്പൺ ഫയൽ നെയിം എഡിറ്റ് ബോക്സിൽ നിന്നും ടാബ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ടാബ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എവിടെ വരണം? ട്രീ വ്യൂവിൽ വരണം. ട്രീ വ്യൂവിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ഫയൽ എവിടെയാണോ ഇട്ടിരിക്കുന്നത്, അതായത് നിങ്ങൾ ഏതെങ്കിലും ഡ്രൈവിലായിരിക്കാം, ദിസ് പി സി അകത്ത് ഏതെങ്കിലും ഫോൾഡർ ആയിരിക്കാം. അപ്പം നിങ്ങൾ അത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ എവിടെയാണ് ഇട്ടിരിക്കുന്നത്? ഡെസ്ക്ടോപ്പിലാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷനും അപ്പ് ആരോ ഡൗൺ ആരോയും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഡെസ്ക്ടോപ്പ് എന്നുള്ളൊരു ഫോൾഡറിൽ എന്റർ കൊടുത്തു. ഐറ്റം വ്യൂ ലിസ്റ്റിൽ വന്നു. ഇതുവരെ മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ അപ്പ് ആരോ ഡൗൺ ആരോ യൂസ് ചെയ്ത് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. Songs 2 of 22, Study Material 3 of 22, Grade 4 of 22, Club Deck 5 of 22, Debug 6 of 22, Editing Activity 7, Flipkart 8 of 22, Google Meet 9 of 20, List of Dress 10 of Google Meet 9 of 20. ഇനി നമ്മൾ ഡെസ്ക്ടോപ്പിൽ എന്തൊക്കെയാണോ ഇട്ടിട്ടുള്ളത് അതെല്ലാം നമുക്ക് ഐറ്റം വ്യൂ ലിസ്റ്റിൽ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് gmail.com എന്നുള്ള ഒരു ഫോൾഡറാണ് ആവശ്യം. ഞാൻ അതുകൊണ്ട് G എന്ന് കൊടുക്കും. Google Meet 9 of 20, gmail.com 1 of 20. ഓക്കെ, gmail.com എന്നുള്ളത് എന്റർ കൊടുക്കും. Items view list. അപ്പൊ ആ ഒരു ഫോൾഡർ എന്തായി? ഓപ്പൺ ആയി. നമ്മൾ ആദ്യം ഡെസ്ക്ടോപ്പ് എന്നുള്ള ഒരു ഫോൾഡർ എക്സ്പാൻഡ് ചെയ്തു. അതിൽ നിന്ന് ഐറ്റം വ്യൂ ലിസ്റ്റിൽ വന്നതിന് ശേഷം അവിടെ ഫോൾഡേഴ്സ് കാണിക്കും. നമ്മൾ സെലക്ട് ചെയ്ത ലൊക്കേഷന്റെ അകത്തുള്ള ഫോൾഡേഴ്സ്. അപ്പൊ അതും എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണിക്കും? അതിനകത്തുള്ള ഫോൾഡേഴ്സും ഫയൽസും എല്ലാം കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് ഒരു ഫയൽ സെലക്ട് ചെയ്യാം. 1 Microsoft Word document 2 of 2 recycled in 3 of 7. 3 disk PC 4 of 7. G. 4 list of storage type 5 of 7. 5 Ajish 6 of 7. Ajishapu 7 of 7. 5 Ajish 6 of 7. ഓക്കെ, നമുക്ക് ഈ ഒരു 4 list of storage type 5. ഓക്കെ, ലിസ്റ്റ് ഓഫ് സ്റ്റോറേജ് ടൈപ്പ് എന്നുള്ളൊരു ഫയൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഇവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. ഇവിടെ നിങ്ങൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും? ഈ ഒരു ഫയൽ അറ്റാച്ച് ആവും. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നിട്ട് ടാബ് കൊടുത്ത് ഓപ്പൺ ബട്ടണിൽ പോയി ചെയ്യണം. അപ്പം ഞാൻ നിങ്ങൾക്ക് ടാബ് കൊടുത്ത് ഓപ്പൺ ബട്ടണിൽ പോയിട്ട് എന്നെ ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതുവരെ ചെയ്തത് മനസ്സിലായോ? മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചെറിയൊരു അവിടെ ഇവിടെ കൺഫ്യൂഷൻ, അല്ലാതെ കുഴപ്പമില്ല. എവിടെയാ കൺഫ്യൂഷൻ വന്നേ? ആ റിവ്യൂവിന്റെ അവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ച് Inbox 450. ഞാനിവിടെ Table row 1 column 1 table manage storage link not enough storage soon you send ഓക്കെ, more send options menu clickable attach file. നമ്മളിവിടെ അറ്റാച്ച് ഫയൽ ബട്ടണിൽ വന്നു. ഇപ്പൊ NVIDIA പറയുന്ന കേട്ടോ? കേട്ടോ. ഓക്കെ, നമുക്കിവിടെ എൻ്റർ കൊടുക്കാം. row 1 column open dialog file name ഓപ്പൺ ഡയലോഗ് ബോക്സ് ആണ് ഇവിടെ. ഓപ്പൺ ഫയൽ നെയിം എഡിറ്റ് ബോക്സ് എന്ന് പറഞ്ഞല്ലോ. നമുക്ക് ഇവിടുന്ന് ട്രീ വ്യൂവിൽ പോകണം.
പ്രീവ്യൂവിൽ എന്തൊക്കെയാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള മെയിൻ ഫോൾഡേഴ്സും ഡ്രൈവും ദിസ് പി സി ഒക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഷിഫ്റ്റ് ടാബ് കൊടുത്തോ അല്ലെങ്കിൽ ടാബ് കൊടുത്തോ പ്രീവ്യൂവിൽ പോകാൻ പറ്റും. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല 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 ഓക്കെ, നമുക്ക് ഇവിടെ ഷിഫ്റ്റ് ടാബ് കൊടുത്തു Items view list name. ഐറ്റം വ്യൂ ലിസ്റ്റ്. Ajisha Bunot. അജീഷ്, അപ്പൊ അതിന്റെ ഒരു ഫയലാണ് പറയുന്നത്. നമുക്ക് ടാബ് വീണ്ടും ഷിഫ്റ്റ് ടാബ് കൊടുത്തു. Tree view. Ajish personal. ഓക്കെ, ഇവിടെ ട്രീ വ്യൂ ഉണ്ട്. ഇവിടെ നമുക്ക് വൺ ഡ്രൈവിൽ അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ വൺ ഡ്രൈവിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായോ? സോറി, ട്രീ വ്യൂവിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, ട്രീ വ്യൂവിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നമുക്കിവിടെ നാവിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ലെറ്റർ നാവിഗേഷനോ അല്ലെങ്കിൽ അപ്പ് ആരോ ഡൗൺ ആരോ യൂസ് ചെയ്തുകൊണ്ടുള്ള നാവിഗേഷൻ ആണ്. ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എളുപ്പം റിപ്ലൈ തന്നാലേ നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഞാനിവിടെ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷന് ഡി കൊടുത്തുകൊണ്ട് ഡെസ്ക്ടോപ്പിൽ പോകുന്നു. എന്റെ ഡെസ്ക്ടോപ്പ് 1 എന്നുള്ള ഫോൾഡറിനകത്താണ് എന്റെ ഫയലൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പ് നോക്കുന്നു. D level 2 desktop 1D documents 1D level 1 desktop 1 of 1. ഓക്കെ, ലെവൽ 1 ഡെസ്ക്ടോപ്പ് എന്നുള്ളത് ഞാൻ ഇവിടെ എൻ്റർ കൊടുത്തു. Items view list gmail.com 1 of. ടാബ് കൊടുക്കുമ്പോൾ നമ്മൾ ഐറ്റം വ്യൂ ലിസ്റ്റിൽ വരും കേട്ടോ. ഞാനത് ആദ്യം പറയാൻ വിട്ടുപോയി. നമ്മളിവിടെ എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ ചില സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഐറ്റം വ്യൂ ലിസ്റ്റ് വരും, അല്ലെങ്കിൽ ടാബ് കൊടുക്കുമ്പോൾ മാത്രമേ ഐറ്റം വ്യൂ ലിസ്റ്റ് വരും. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഇത്രയും ചെയ്തതില്? ഇല്ല മനസ്സിലായി. ഓക്കെ, അപ്പൊ ഈ ഐറ്റം വ്യൂ ലിസ്റ്റിനകത്ത് നമ്മുടെ ആ ഒരു ഫോൾഡറിനകത്ത്, അതായത് ഡെസ്ക്ടോപ്പ് എന്നുള്ള ഫോൾഡറിനകത്ത് എന്തൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടോ അതെല്ലാം നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഫസ്റ്റ് ലെറ്റർ നാവിഗേഷനോ അല്ലെങ്കിൽ ഫസ്റ്റ് അപ്പ് ആരോ ഡൗൺ ആരോ യൂസ് ചെയ്തുകൊണ്ടോ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ചെറിയ തെറ്റുകളൊക്കെ എനിക്ക് വരുന്നുണ്ട്, സോറി. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്താ, ഞാനിവിടെ gmail.com എന്നുള്ള ഒരു ഫോൾഡർ സെലക്ട് ചെയ്യും. Songs to gmail.com 1 of 20. ഓക്കെ, gmail.com. ഇവിടെ നമുക്ക് എൻ്റർ കൊടുക്കാം. Items view list. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള ഫയലുകളായിരിക്കും, നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ ആയിരിക്കും, നിങ്ങൾ കൊടുത്തിട്ടുള്ള പേരുകളായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സിസ്റ്റത്ത് ഇതായിരിക്കില്ല, ഇതിനേക്കാളും മാറ്റങ്ങൾ ഉണ്ടാവും. അതിനൊത്ത് നിങ്ങൾ യൂസ് ചെയ്യാം. ഇതേ ഒരു രീതിയിലായിരിക്കും എന്താണ് നിങ്ങൾക്ക് ബ്രൗസ് നാവിഗേറ്റ് ചെയ്യേണ്ട വഴി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതിനകത്തുള്ള ഒരു ഫയൽ സെലക്ട് ചെയ്യാം. 1 Microsoft 2 recycled in 3 of 7. 3 disk PC 4 of 7. 4 list of storage type 5 of 7. ഞാൻ ലിസ്റ്റ് ഓഫ് സ്റ്റോറേജ് ടൈപ്പ് എന്നുള്ളൊരു ഫയൽ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്പ് ആരോ ഡൗൺ ആരോ യൂസ് ചെയ്ത് നാവിഗേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ആ ഒരു ഫയല് ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് ആയിട്ടിരിക്കും. ഞാനിവിടെ ടാബ് കൊടുത്ത് ഓപ്പൺ എന്നുള്ളൊരു ബട്ടണിൽ പോയി ഓപ്പൺ എൻ്റർ കൊടുത്താലും ഈ ഒരു ഫയൽ മെയിലിലോട്ട് അറ്റാച്ച് ആവും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു ഫയലിൽ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അറ്റാച്ച് ആവും. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ടാബ് കൊടുത്ത് ഓപ്പൺ ബട്ടണിൽ പോയി എൻ്റർ കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. കാരണം എല്ലാ സിസ്റ്റത്തിലും ഇവിടെ നിന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ ഓപ്പൺ ആവണം എന്നില്ല. ഇത്രയും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഞാനിവിടെ സെലക്ട് ആയതുകൊണ്ട് തന്നെ ടാബ് കൊടുത്ത് ഓപ്പൺ ബട്ടൺ കണ്ടുപിടിക്കുകയാണ്. Name split button collapse sorted. നെയിം സ്പ്ലിറ്റ് ബട്ടൺ, File name, combo, ഫയൽ നെയിം, files of type, ഫയൽസ് ഓഫ് ടൈപ്പ്, open button alt. ഓപ്പൺ ബട്ടൺ. കേട്ടോ? കേട്ടോ. ഇവിടെ നമുക്ക് എൻ്റർ കൊടുക്കും. Inbox 454 ajishrummer@gmail.com Gmail Google Chrome Inbox 454 ajishrummer@gmail.com Gmail document compose draft saving. ഓക്കെ, Manage storage. നമുക്കിവിടെ ആ ഒരു ഫയല് അറ്റാച്ച് ആയോ നോക്കാം. Send ടാബ് കൊടുത്ത് സെൻഡ് ബട്ടണിൽ വന്നു, വീണ്ടും ടാബ് കൊടുക്കുന്നു. more send option. മോർ സെൻഡ് ഓപ്ഷൻ, വീണ്ടും ടാബ് കൊടുക്കുന്നു. Clickable attach files menu button collapse submenu. Menu button collapse submenu insert emoji control shift to menu button collapse submenu insert link control K menu button collapse submenu attach files. അവിടെ ഒരു ഫയല് More send അറ്റാച്ച് ആയിട്ടുണ്ട്. send control. പക്ഷെ ചില സമയത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത ഫയല് അത് അനൗൺസ് ചെയ്യുന്നതാണ് NVDA. ഇപ്പൊ അത് പറയുന്നില്ല.
അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന തെറ്റ് കൊണ്ടല്ല, അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അറ്റാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് അനൗൺസ് ചെയ്യണമെന്നില്ല. കാരണം ഇത് ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെബ് പേജ് ആണ്. അതുകൊണ്ട് തന്നെ NVDA അനൗൺസ് ചെയ്യുന്നത് എപ്പോഴും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ചില മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ടല്ല, നമ്മളൊരു ഫോൾഡർ ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ബട്ടണിൽ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്ത് സംഭവിക്കും? അത് അറ്റാച്ച് ആവുന്നതായിരിക്കും. അപ്പം ഇതുവരെ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, നമുക്കിനി സെൻഡ് ബട്ടണിൽ ഒന്ന് സെൻഡ് ചെയ്യാം. Manage storage. Send control enter button. In alert cancel. Alert undo. Inbox 454 @gmail.com. Gmail document blank. ഓക്കെ, അപ്പം അറ്റാച്ച് ചെയ്ത രണ്ടാമത് അറ്റാച്ച് ചെയ്തതിന്റെ ഫയലും സെൻഡ് ആയിട്ടുണ്ട്. അപ്പം ഈ രണ്ട് രീതി നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യം ഞാൻ കാണിച്ചത് എന്തായിരുന്നു? ഫയൽ നമ്മള് കമ്പോസ് പേജിൽ വന്നു, ടു കൊടുത്തു, BCC കൊടുത്തു, സബ്ജക്റ്റ് കൊടുത്തു, മെസ്സേജ് ബോഡി കൊടുത്തു. നമ്മൾ അവിടെ നിന്ന് ടാബ് കൊടുത്ത് അറ്റാച്ച് ബട്ടണിൽ വന്നു, എൻ്റർ കൊടുത്തു. ഫയൽ നെയിം എഡിറ്റ് ബോക്സ് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഏത് ഫയലാണോ സെൻഡ് ചെയ്യേണ്ടത് ആ ഫയലിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഫയൽ ഓപ്പൺ ഫയൽ എഡിറ്റ് ബോക്സ് എന്നുള്ള ഒരു എഡിറ്റ് ബോക്സ് നമ്മൾ എന്ത് ചെയ്തു? പേസ്റ്റ് ചെയ്തു. അവിടെ നമ്മൾ എൻ്റർ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഒരു ഫയല് അറ്റാച്ച് ആയി. വീണ്ടും ഞാൻ ഷിഫ്റ്റ് ടാബ് കൊടുത്തു, സെൻഡ് ബട്ടണിൽ വന്നു, എൻ്റർ കൊടുത്തു, ആ ഒരു മെയിൽ സെൻഡ് ചെയ്തു. അത് ഫസ്റ്റ് നമ്മൾ ചെയ്തൊരു രീതിയാണ്. രണ്ടാമത് ചെയ്തത് എങ്ങനെയാണ്? നമ്മൾ ജിമെയിലില് അതേപോലെ തന്നെയാണ് കമ്പോസ് പേജ് ഓപ്പൺ ചെയ്തു, ടൂല് നമ്മളൊരു മെയിൽ ID കൊടുത്തു, BCCയിൽ ഒരു മെയിൽ ID കൊടുത്തു, വീണ്ടും നമ്മൾ ടാബ് കൊടുത്ത് സബ്ജക്റ്റിൽ വന്നു, ഒരു സബ്ജക്റ്റ് കൊടുത്തു, വീണ്ടും ടാബ് കൊടുത്ത് മെസ്സേജ് ബോഡിയിൽ വന്നു, അവിടെ നമ്മൾ ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തേ? വീണ്ടും ടാബ് കൊടുത്ത് അറ്റാച്ച് ബട്ടണിൽ വന്ന് എൻ്റർ കൊടുത്തു. നമ്മൾ അവിടെ ഓപ്പൺ ഫയൽ നെയിം എഡിറ്റ് ബോക്സ് എന്നുള്ളതായിരുന്നു ഫോക്കസ്. നമ്മൾ അവിടെ ഷിഫ്റ്റ് ടാബ് യൂസ് ചെയ്തുകൊണ്ട് എവിടെ വന്നു? പ്രീവ്യൂവിൽ വന്നു. പ്രീവ്യൂവിനകത്ത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള മെയിൻ ഫോൾഡേഴ്സ് അല്ലെങ്കിൽ ദിസ് PC ഡ്രൈവ്സ് അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നമ്മൾ ഏതെങ്കിലും ഡ്രൈവിലൊക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് എക്സാമ്പിൾ OneDrive പോലുള്ള ഡ്രൈവുകൾ നമുക്ക് അവിടെ പ്രീവ്യൂവിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ നമുക്ക് ഏതാണോ നമ്മുടെ ഫയൽ എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫോൾഡർ ആദ്യം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമ്മൾ എൻ്റർ കൊടുക്കാൻ മറക്കരുത്. എൻ്റർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? നിങ്ങളുടെ സിസ്റ്റത്തെ ഐറ്റം വ്യൂ ലിസ്റ്റ് എന്ന് കേട്ടില്ലെങ്കിൽ നിങ്ങൾ ടാബ് കൊടുക്കുക. ടാബ് കൊടുക്കുമ്പോൾ ഐറ്റം വ്യൂ ലിസ്റ്റിൽ വരും. ഐറ്റം വ്യൂ ലിസ്റ്റിൽ വരുമ്പോൾ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത്, അതിപ്പോ ദിസ് PC ആവാം, ഡെസ്ക്ടോപ്പ് ആവാം, D ഡ്രൈവ് ആവാം, C ഡ്രൈവ് ആവാം, നിങ്ങൾ ഏതോ ആവട്ടെ, റിവ്യൂവിൽ ഏതാണോ സെലക്ട് ചെയ്തത് ആ ഒരു ഫോൾഡർ ഐറ്റം വ്യൂ ലിസ്റ്റിൽ ഓപ്പൺ ആയിരിക്കും. ഈ ഐറ്റം വ്യൂ ലിസ്റ്റിനകത്ത് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത ഫോൾഡറിനകത്ത് എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ലിസ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് ഫസ്റ്റ് ലെറ്റർ നാവിഗേഷനോ അപ്പ് ആരോ ഡൗൺ ആരോ യൂസ് ചെയ്തു. ഓക്കെ, അപ്പം എന്താണ്? നമുക്ക് ആദ്യം സെലക്ട് ചെയ്ത ഫോൾഡർ ഏതാണോ അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഐറ്റം വ്യൂ ലിസ്റ്റിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷനോ അപ്പ് ആരോ ഡൗൺ ആരോ യൂസ് ചെയ്തുകൊണ്ട് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ അപ്പ് ആരോ ഡൗൺ ആരോ യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്ന ഓരോ ഐറ്റവും സെലക്ട് ആവുകയാണ് ചെയ്യുന്നത്. സെലക്ട് ആയിട്ടുണ്ടാവും. നമ്മൾ അവിടെ നിന്ന് എൻ്റർ കൊടുത്തു നോക്കുക. നമുക്ക് ഏത് ഫോൾഡറാണോ അല്ലെങ്കിൽ ഏത് ഫയലാണോ നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടത് ആ ഫയലിൽ നിന്നിട്ട് എന്ത് ചെയ്യുക? എൻ്റർ കൊടുത്തു നോക്കുക. ഒരു പക്ഷേ സെൻഡ് ആയിരിക്കും. അങ്ങനെ പറയാനുള്ള കാരണം എൻ്റെത് Windows 11 ആണ്. എൻ്റെ Windows 11 എന്ത് സെൻഡ് ആവുന്നുണ്ട്. അപ്പം സെൻഡ് ആവുകയല്ല, അറ്റാച്ച് ആവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അറ്റാച്ച് ആയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ട? സെലക്ട് ചെയ്തിട്ട് ടാബ് കൊടുത്ത് ഓപ്പൺ എന്നുള്ള ബട്ടണിൽ പോയി എൻ്റർ കൊടുക്കുക. ഈ രണ്ട് രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ടാബ് കൊടുത്ത് എന്ത് ചെയ്യുക? ഓപ്പണിൽ വന്നിട്ട് എൻ്റർ കൊടുക്കുക. അതോടുകൂടെ ആ ഒരു ഫയൽ അറ്റാച്ച് ആവുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അറ്റാച്ച് ആയി കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ടാബ് കൊടുത്ത് പഴയതുപോലെ തന്നെയാണ് സെൻഡ് ബട്ടണിൽ വന്ന് എൻ്റർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മെയില് സെൻഡ് ആവും. അപ്പൊ ഇത്രയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കേണ്ട സമയമാണ് ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതുവരെ ഈ ക്ലാസ്സിൽ ഇരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ബൈ.